അപ്പൊ മക്കളെ ഇത് പഠിക്കാതെ ഓണം എക്സാമിന് പോവരുത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായിരിക്കുമല്ലോ. അപ്പൊ SSLC ജോഗ്രഫിയിലെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ വലിയ മാർക്കിന് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ വേഗം തന്നെ പഠിപ്പിച്ചു തരാം. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കാറ്റിന്റെ ദിശയും വേഗതയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് വിൻഡ് എക്സ്പ്ലെയിൻ എന്ന് വന്നിട്ടുണ്ട്. സോ നമുക്കറിയാം 3 ഘടകങ്ങളാണ്. ഒന്ന് കാറ്റിന്റെ ഡയറക്ഷനെ എഫക്ട് ചെയ്യുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോറിയോലിസ് ഫോഴ്സ് മാത്രമാണ്, കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകം. രണ്ടാമത്തേത് അതിന്റെ സ്പീഡിനെ അല്ലെങ്കിൽ വെലോസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അത് 2 പേരുണ്ട്. ഒന്ന് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫ്രിക്ഷനുമാണ്, ഘർഷണവുമാണ്. സോ നോക്കാം, കോറിയോലിസ് ഫോഴ്സ് പഠിക്കാൻ ഒരു പണിയുമില്ല. നമ്മളൊരു അടിപൊളി കോഡ് അങ്ങോട്ട് തന്നിട്ടുണ്ടല്ലേ, കോറിയോലി നോറിസോലി. കോറിയോലി നോറിസോലി എന്ന് ആലോചിച്ച് വെച്ചാൽ എന്താണ്? കോറിയോലിസ് ഫോഴ്സ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയർ കാറ്റുകളും ഓഷ്യൻ കറണ്ടും ഒക്കെ അല്ലെ ഫ്രീലി മൂവിംഗ് ബോഡീസ് ഒക്കെ റൈറ്റ് സൈഡിലേക്കും സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും പോകും. കഴിഞ്ഞു, റെഡി. ഇതിന്റെ പരിപാടി മൊത്തം നമ്മൾ എഴുതി. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലെവലില് 2 സ്ഥലങ്ങളിലെ പ്രഷറിന്റെ ഡിഫറൻസിനെയാണ് നമ്മുടെ മർദ്ദ ചെരിവുമാന ബലം അഥവാ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സീനിലുള്ള റെഡി. പ്രഷർ ഗ്രേഡിയന്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ഇൻ പ്രഷർ എയർ പ്രഷർ അലോങ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ, തിരശ്ചീന തലത്തിൽ. റെഡിയാണ്? സീനില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ പ്രഷറിൽ കാര്യമായ വ്യത്യാസം ഇല്ലെങ്കിൽ അവിടെ ചെരിവ് കുറവല്ലേ, സോ പ്രഷർ ഗ്രേഡിയന്റ് കുറവാന്ന് പറയാം. ഇനി അടുത്തടുത്തുള്ള 2 സ്ഥലങ്ങൾ തമ്മിൽ പ്രഷറിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ എന്താണ്? അവിടെ നല്ല ചെരിവുണ്ട് എന്ന് പറയാം, പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലാണെന്ന് പറയാം. റെഡി. ഇനി പ്രഷർ ഗ്രേഡിയന്റ് കൂടിയ സ്ഥലത്ത് നിന്ന് ഈ നല്ല ചെരിവുള്ള ഈ സ്ഥലത്ത് ഞാൻ ഒരു ബോൾ താഴേക്കിട്ടാൽ ശക്തിയിൽ താഴേക്ക് വരുമല്ലോ. സോ പ്രഷർ ഗ്രേഡിയന്റ് കൂടിയ സ്ഥലത്ത്, ചെരിവ് കൂടിയിട്ടുള്ള ഈ ഒരു സ്ഥലത്തായിരിക്കും കാറ്റിന്റെ വേഗത കൂടുതൽ. ഓക്കെ, കിട്ടിയല്ലോ, വളരെ ഈസി ആയിട്ട് പഠിച്ചല്ലോ. സോ എന്താണ് മക്കളെ? when nearby places have larger pressure difference, pressure gradient high ആയിരിക്കും. ഇനി അവിടുത്തെ ഡിഫറൻസ് സ്മോൾ ആണെങ്കിൽ എന്തായിരിക്കും? പ്രഷർ ഗ്രേഡിയന്റ് കുറവായിരിക്കും. അപ്പൊ വിൻഡുകൾ എവിടെയായിരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടാവുക? ഹൈ പ്രഷർ ഗ്രേഡിയന്റ് ഉള്ള സ്ഥലത്തായിരിക്കും ഉയർന്ന മർദ്ദ ചെരിവുമാന ബലം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഉയർന്ന ചെരിവുമാന ബലം ഉള്ള സ്ഥലത്തായിരിക്കും എന്താ? കാറ്റിന്റെ വേഗത കൂടുതൽ. സോ അതൊക്കെ ആണല്ലോ. സീനിയറിലോ കുശാൽക്ക് മുന്തിരിങ്ങ, കുശാൽക്ക് നാരങ്ങ. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സമാണ് അല്ലെ. കാറ്റിങ്ങനെ നല്ല ഒഴുക്കിൽ ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും ഒരു മലയിൽ പോയി ചെന്നിരിക്കുന്നത്. അപ്പൊ കാറ്റിന്റെ വേഗത എന്ത് ചെയ്യുന്നുണ്ടാവും? കുറയുന്നുണ്ടാവും. അപ്പൊ മൗണ്ടെയിനുകൾ, അതുപോലെ തന്നെ എന്താണ് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചർ, ഇതൊക്കെ കാറ്റിന്റെ ഫ്രീ ഫ്ലോനെ എന്ത് ചെയ്യും? ഒബ്സ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ്. സോ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കടലിന് മുകളിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ? ബിൽഡിങ്ങുകൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഈ പറഞ്ഞ കാറ്റുകൾ നല്ല സ്വതന്ത്രമായിട്ട് അടിപൊളിയായിട്ട് പോകും. എന്നാൽ കരയിലേക്ക് എത്തുന്ന സമയത്ത് ഇതാൽ തടസ്സപ്പെടുകയും ചെയ്യും. സോ ഒരു അടിപൊളി എസ്സേ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ലേബലിംഗ് പരിപാടി ഒക്കെ വന്നേക്കാട്ടോ. റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന AB ആരാന്ന് ചോദിച്ചാൽ A ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. B എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് എന്ന് നമുക്കറിയാം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണെന്ന് അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ അത് മാത്രം പറയുന്നില്ല, എല്ലാവരെയും പറഞ്ഞു തരാം. സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇക്വേറ്ററിന്റെ അടുത്ത് ചൂട് കൂടുതലാണ്, സൂര്യരശ്മികൾ വെർട്ടിക്കലായിട്ട് പതിക്കുന്ന സ്ഥലമാണ്, ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷർ കുറയും, തക്കുടു മാർക്കോ താപം കൂടിയാൽ മർദ്ദം കുറയും എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെ അടുത്തത് നമ്മൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താ മക്കളെ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് തൊട്ടടുത്തുള്ള സ്ഥലം, അവിടെയും ചൂടുള്ള സ്ഥലമാണ്, താപം കൂടി മർദ്ദം കുറയേണ്ട സ്ഥലം. പക്ഷെ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവിടെ കുറയേണ്ട സ്ഥലമായിരുന്നു, മർദ്ദം കുറയേണ്ട സ്ഥലമാണ്. പക്ഷെ ഇവിടെ നിന്ന് കുറെ ഈ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഈ വായു ഒക്കെ ഉയർന്ന് മുകളിലോട്ട് പോയിട്ട് അടിഞ്ഞു കൂടുന്ന സ്ഥലം ഇവിടെയാണ്. സോ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് പ്രഷർ പിന്നെ കയറി വന്നു. അങ്ങനെ അത് ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ആ ഒരു കാര്യം ഇവിടെ എഴുതുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കള്? അടുത്ത നമുക്ക് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എഴുതാം. ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലം, താപം കൂടിയാൽ മർദ്ദം കുറയും, അപ്പൊ താപം കുറഞ്ഞാലോ മർദ്ദം കൂടും. അങ്ങനെ ഇവിടെ ഹൈ പ്രഷർ ബെൽറ്റ് ഉള്ള സ്ഥലമായി കഴിഞ്ഞു. അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ ഇതെന്ന് പറയുന്നതാ. അപ്പൊ അവിടെയും തണുപ്പുള്ള സ്ഥലമാണ്, ടെമ്പറേച്ചർ കുറഞ്ഞാൽ പ്രഷർ കൂടേണ്ട സ്ഥലം, ഹൈ പ്രഷർ ഉണ്ടാവേണ്ട സ്ഥലമാണ്. ബട്ട് അവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ കാരണം എന്ത് ചെയ്യാണ്? ഈ സൈഡിൽ ഇവിടുത്തെ വായു ഇങ്ങനെ ചുഴറ്റി പുറത്തേക്ക് എറിയപ്പെടുന്നുണ്ട്. ഒരുപാട് വായുള്ള സ്ഥലം, അവിടുത്തെ വായു പോയി. അപ്പൊ എന്ത് ചെയ്യും? ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് വായു പോയി, അത് ലോ പ്രഷർ ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ മക്കളെ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചുരുങ്ങിയ ഒരു സമയത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ, ടാറ്റാ, സീ യു.